നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചിട്ട് വെറും 2 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. ഇതുകൂടാതെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് പുറത്തു വന്നിരുന്നു. ഈ വാർത്ത വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയാണ്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന് ഒഡീഷ പോലീസ് വ്യക്തമാക്കി. ഒഡീഷയിലെ ജാർസുഗിയിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ നിയമസാധുത കോൺഗ്രസ് പാർട്ടി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് നിലപാട് വ്യക്തമാക്കി ഒഡീഷ പോലീസ് രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി രാഹുലിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച IG സാമ്പൽപൂർ ഷിഹാന് ലാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിയമങ്ങളും വിശദീകരിച്ചു. BNSSന്റെ സെക്ഷൻ 173 പ്രകാരം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പ്രദേശമാണ് കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും പ്രസ്താവന മറ്റൊരു സംസ്ഥാനത്ത് പ്രസിദ്ധീകരിക്കുകയോ ആക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരാതിക്കാരനെ നടപടി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തേക്കും അധികാരപരിധി വ്യാപിപ്പിക്കാം. പ്രസ്താവന അവരുടെ അധികാര പരിധിക്കുള്ളിൽ ദോഷം വരുത്തിയെന്ന് പരാതിക്കാരൻ കാണിക്കണം. ഇവരുടെ ജാർസുഗുഡെ കേസിലും രാഹുലിന്റെ പ്രസ്താവന തന്നെ വേദനിപ്പിച്ചുവെന്ന് പരാതിക്കാരൻ കാണിച്ചിട്ടുണ്ടെന്ന് IG പറഞ്ഞു. കൂടാതെ അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും പ്രോസിക്യൂഷന് മാത്രമേ അത് ആവശ്യമുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. CRPC സെക്ഷൻ 197 പ്രകാരം ഏതെങ്കിലും പൊതുപ്രവർത്തകൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് ആരുടെയും അനുമതി ആവശ്യമില്ല. പ്രോസിക്യൂഷൻ ഘട്ടത്തിൽ മാത്രമേ അനുമതി ആവശ്യമുള്ളൂവെന്നും IG ലാൽ കൂട്ടിച്ചേർത്തു. സുദർശൻ ദാസ്, സിബാന്തന്ദാരെ എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ജാർസുഗുഡു പോലീസിന് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചു. BJPയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ ഫയൽ ചെയ്തതെന്ന് നേതാക്കൾ ആരോപിച്ചിരുന്നു. BNSSന്റെ സെക്ഷൻ 197 പ്രകാരമുള്ള നിയമത്തിന് എഫ്ഐആർ ഫയൽ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു യോഗ്യതയുള്ള അധികാരിയുടെ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം തടയാൻ കഴിയില്ലെന്ന് അവർ ആരോപിച്ചു. കൂടാതെ എഫ്ഐആർ സംബന്ധിച്ച് DGPയുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അവർ എഫ്ഐആർ സമർപ്പിക്കുന്നതിന് മുൻപ് ജാർസുഗുഡ പോലീസ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് IG ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2025 ജനുവരി 15-ന് ദില്ലിയിലെ കോട്ല റോഡിൽ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടാൻ തന്റെ പാർട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ വിവാദ പ്രസ്താവനയുടെ പേരിൽ ഫെബ്രുവരി 7-ന് BNSന്റെ 152, 197 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മോൺജിത് ചോഡിയ എന്ന ആളാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പരാതിയിൽ പറയുന്നു. ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിനുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നതെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.